മാർപ്പാപ്പാമാരെക്കുറിച്ച് ചിന്തിക്കുന്ന കാലമാണിത്. അവസാനത്തെ 3 മാർപ്പാപ്പാമാരുടെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പരിശോധിക്കുക. അതിലവസാനത്തേത് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 1200 വർഷത്തിനുള്ളിൽ യൂറോപ്പിന് പുറത്തു നിന്നുണ്ടായ ആദ്യത്തെ മാർപ്പാപ്പയാണ്. അർജന്റീനയിൽ നിന്നുള്ള ഏക മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. അതുപോലെ തന്നെ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിലെ ആദ്യത്തെ മാർപ്പാപ്പയും ഫ്രാൻസിസ് പിതാവ് തന്നെ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം ഓർമ്മിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം അനുസ്മരിക്കുന്നത് കരുണ, പാവപ്പെട്ടവരോടുള്ള കരുതൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കൽ, സാമൂഹിക നീതി തുടങ്ങിയ കാര്യങ്ങളുടെ പേരിലാണ്. പാപ്പായുടെ എളിമയും ലാളിത്യവും ലോകം ഏറ്റുപറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫ്രാൻസിസ് പാപ്പയുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം നവീകരണവാദിയായിരുന്നു എന്നുള്ളതാണ്. വത്തിക്കാൻ സ്ഥാപനങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ച് അതിനെ ശുദ്ധീകരിക്കാൻ മാർപ്പാപ്പ പ്രത്യേകം ശ്രമം നടത്തുകയുണ്ടായി. കണക്കുകളുടെ കൃത്യത, അതിൻ്റെ സുതാര്യത എല്ലാം പ്രധാനപ്പെട്ടതായി മാർപ്പാപ്പ കണ്ടു. അതുപോലെ തന്നെ മാർപ്പാപ്പ സഭയിലെ വൈദികരുടെ ചില പ്രത്യേക തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും സഭയ്ക്കുണ്ടായിട്ടുള്ള വീഴ്ചകളെ പൊതുസമൂഹത്തിന് മുൻപിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മാർപ്പാപ്പ ബെനഡിക്ട് 16 അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പണ്ഡിതനായ മാർപ്പാപ്പ എന്ന പേരിലാണ്. ലോകപ്രശസ്തനായ എഴുത്തുകാരനും ദൈവശാസ്ത്രജ്ഞനും വലിയ ബുദ്ധിജീവിയുമായിരുന്നു അദ്ദേഹം യാഥാസ്ഥിതികനും പാരമ്പര്യവാദിയുമായിരുന്നു. വിശ്വാസം, സന്മാർഗം, ലിറ്റർജി തുടങ്ങിയ കാര്യങ്ങളിൽ സഭയുടെ പരമ്പരാഗത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്ന നിഷ്ഠ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പയെ പൊതുസമൂഹം ഓർമ്മിക്കുന്നത് സ്വയം വിരമിച്ചയാള് എന്നുള്ള നിലയിലാണ്. സഭയുടെ ചരിത്രത്തിൽ 600 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ സ്ഥാനത്യാഗത്തിന് സന്നദ്ധനായത്. മൂന്നാമത്തേത് ജോൺ പോൾ II മാർപ്പാപ്പയാണ്. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കാലം സഭയെ നയിച്ചത് ജോൺ പോൾ II ആയിരുന്നു. 26 വർഷത്തിലധികമാണ് കത്തോലിക്ക സഭയുടെ ശ്രേഷ്ഠ ആചാര്യനായി അദ്ദേഹം വർത്തിച്ചത്. സഭയുടെ 455 വർഷത്തിനിടയിലെ ഇറ്റലിക്കാരനല്ലാത്ത മാർപ്പാപ്പയും അദ്ദേഹമായിരുന്നു. അദ്ദേഹം പോളണ്ടിൽ നിന്ന് റോമിലെത്തിയ കർദിനാളാണ്. 129 രാജ്യങ്ങൾ സന്ദർശിച്ച ജോൺ പോൾ II മാർപ്പാപ്പ ലോക നേതാക്കന്മാരിൽ ഒരാളായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്. എവിടെ എത്തിയാലും ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്വാധീനിക്കാൻ പോരുന്ന മാസ്മരികമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ജോൺ പോൾ II മാർപ്പാപ്പ ലോകത്തിൽ അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിലാണ്. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തിനെതിരെ നിലയ്ക്കാത്ത ശബ്ദമായി അദ്ദേഹം മാറുകയുണ്ടായി. 2014 അതായത് മരിച്ച് 9 വർഷങ്ങൾക്ക് ശേഷം മാർപ്പാപ്പ സഭയിലെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു.